എക്സാലോജിക് CMRL വിവാദം. സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ യാഥാർത്ഥ്യം മറച്ചുവെക്കപ്പെടുന്നുവെന്ന വിമർശനം ഉയരുന്നു. വീണ വിജയന്റെ നേതൃത്വത്തിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ സോഫ്റ്റ്വെയർ സേവന മേഖലയുടെ അടിസ്ഥാന പ്രവർത്തന രീതികൾ ചർച്ചകളിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ലെന്ന വിമർശനം ഉയരുന്നു. CMRLന് എക്സാലോജിക് എന്ത് സേവനമാണ് നൽകിയതെന്ന ചോദ്യമാണ് വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവായി ഉയർത്തിക്കാട്ടപ്പെടുന്നത്. എന്നാൽ സോഫ്റ്റ്വെയർ കമ്പനികളുടെ പ്രവർത്തന രീതി മനസ്സിലാക്കാതെയാണ് പല ചർച്ചകളും മുന്നോട്ടു പോകുന്നതെന്നാണ് സാങ്കേതിക രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് നൽകുന്നതോടെ സേവനം അവസാനിക്കുന്നില്ല. തുടർന്ന് സിസ്റ്റം മെയിൻ്റനൻസ്, ബഗ് പരിഹാരം, സെർവർ പിന്തുണ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, സാങ്കേതിക സഹായം, അടിയന്തര സാഹചര്യങ്ങളിലെ പിന്തുണ എന്നിവ തുടർച്ചയായി നൽകേണ്ടതുണ്ട്. ഇതിന് വാർഷിക മെയിൻ്റനൻസ് കരാറുകൾ, സപ്പോർട്ട് കരാറുകൾ, റീറ്റെയിനർ മോഡലുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ കമ്പനികൾക്ക് പ്രതിമാസമോ വാർഷികമോ പ്രതിഫലം ലഭിക്കുന്നത് സാധാരണ വ്യവസായ രീതിയാണ്. പരാതികളോ സാങ്കേതിക പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രം സേവനദാതാക്കൾക്ക് പ്രതിഫലം നൽകുന്ന രീതിയല്ല IT മേഖലയിൽ നിലവിലുള്ളത്. പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലും സേവനം ലഭ്യമാക്കി നിലനിർത്തുന്നതിനും സാങ്കേതിക പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് പലപ്പോഴും പ്രതിഫലം നൽകുന്നത്. ഇത് ഇൻഷുറൻസ് പോളിസിയുമായി താരതമ്യം ചെയ്യാമെന്നാണ് ഈ വാദത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. അപകടം സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടതുപോലെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതിനുള്ള പിന്തുണയ്ക്കും കമ്പനികൾ പണം നൽകാറുണ്ട്. അതേസമയം മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ന്യൂസ് റൂം മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ, ബ്രോഡ്കാസ്റ്റ് ഓട്ടോമേഷൻ സംവിധാനങ്ങൾ, ക്ലൗഡ് സേവനങ്ങൾ, വെബ്സൈറ്റ് പരിപാലന സേവനങ്ങൾ തുടങ്ങിയവയ്ക്കായി വാർഷിക സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ നൽകുന്നുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ സേവനം നൽകിയില്ലെങ്കിലും പണം ലഭിച്ചു എന്ന ആരോപണം മാത്രം അടിസ്ഥാനമാക്കി അഴിമതി ആരോപണങ്ങൾ ഉയർത്തുന്നത് സോഫ്റ്റ്വെയർ വ്യവസായത്തിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. എന്നാൽ വിഷയത്തിൽ വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണ ഫലങ്ങൾ പുറത്തുവരുന്നതുവരെ സാങ്കേതിക യാഥാർത്ഥ്യങ്ങളും വ്യവസായ രീതികളും പൊതുജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് ഉയരുന്ന ആവശ്യം.